ദൈവമഹത്വത്തെ പ്രഘോഷിച്ച് തിരുവചനം പകർത്തിയെഴുതി മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കോട്ടയം ഭദ്രാസന സൺഡേ സ്കൂൾ പ്രസ്ഥാനം. കോട്ടയം ഭദ്രാസനത്തിന്റെ ശതോത്തര സുവർണ ജൂബിലിയുടെ ഭാഗമായി 6800 പേരെ ഉൾപ്പെടുത്തി നടത്തിയ മെൽസോ തിരുവചനമെഴുത്ത് കോട്ടയം പങ്ങട സെന്റ് മേരീസ് പള്ളിയിൽ കോട്ടയം ഭദ്രാസന അധ്യക്ഷൻ അഭിവന്യ ഡോക്ടർ യുഹാനോർ മാർ ദിയോസ്കോറോസ് മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്തു. തിരുവചന വീതിയെ ധന്യമാക്കി പുതിയ ചരിത്രം രചിച്ചിരിക്കുകയാണ് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കോട്ടയം ഭദ്രാസന സൺഡേ സ്കൂൾ പ്രസ്ഥാനം. കോട്ടയം ഭദ്രാസനത്തിന്റെ ശതോത്തര സുവർണ ജൂബിലിയുടെ ഭാഗമായി കഴിഞ്ഞ ദിവസം 6800 പേരെ ഉൾപ്പെടുത്തി നടത്തിയ മെൽസോ തിരുവചനമെഴുത്ത് ക്രൈസ്തവ വിശ്വാസി സമൂഹത്തിന്റെ കയ്യടിയും നേടി. ഭദ്രാസനത്തിലെ 80 പള്ളികളിലെ അധ്യാപകർ, വിദ്യാർത്ഥികൾ, രക്ഷകർത്താക്കൾ, വൈദികർ എന്നിവർ അതത് പള്ളികളിൽ വചനം പകർത്തിയെഴുതിയ അത്യപൂർവ നിമിഷങ്ങൾ വിശ്വാസ പ്രഘോഷണത്തിന്റെ ഉദാത്ത മാതൃകയായി മാറി. 40 ദിവസത്തെ ആത്മീയ ഒരുക്കത്തിനു ശേഷം ഞായറാഴ്ച പരിശുദ്ധ കുർബാന കഴിഞ്ഞതിന് പിന്നാലെയാണ് വേദപുസ്തകത്തിലെ തിരുവചന ഭാഗങ്ങൾ പകർത്തിയെഴുതാൻ ആരംഭിച്ചത്. പാമ്പാടി മേഖലയിലെ പങ്ങട സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിൽ കോട്ടയം ഭദ്രാസന അധ്യക്ഷൻ അഭിവന്യ ഡോക്ടർ യുഹനാൻ മോർ ദിയോസ്കോറസ് മെത്രാപ്പൊലീത്ത ബൈബിളിലെ ആദ്യ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിന്റെ 1-ാം അധ്യായത്തിന്റെ ആദ്യഭാഗം പകർത്തിയെഴുതി ഉദ്ഘാടനം നിർവഹിച്ചു. 110 പേർ മെത്രാപ്പൊലീത്തയ്ക്ക് ഒപ്പം പള്ളിയിൽ തിരുവചനം പകർത്തിയെഴുതി. കോട്ടയം മെത്രാസനം 2026 കോട്ടയം മെത്രാസനം രൂപീകൃതമായിട്ട് 150 വർഷം പൂർത്തീകരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി വിവിധ പദ്ധതികൾ മെത്രാസനത്തിൽ രൂപീകരിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് വിശ്വാസികൾ, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ, യുവാക്കൾ, യുവതികൾ വിശുദ്ധ വേദവചനത്തോടും വേദപുസ്തകത്തോടും സ്ഥിരമായി ബന്ധപ്പെടുക എന്നത്. അതിനുവേണ്ടി വിശുദ്ധ വേദപാരായണ പദ്ധതി, വേദപുസ്തക പാരായണ പദ്ധതിയിൽ വേദപുസ്തകം മുഴുവൻ എല്ലാ ദേവാലയങ്ങളിലെയും മക്കൾ ഒരുമിച്ചിരുന്ന് പകർത്തി എഴുതുന്ന ഒരു പദ്ധതിയും രൂപീകരിച്ചു. വിശുദ്ധ വേദപുസ്തക പാരായണ പദ്ധതി വിവിധ ദേവാലയങ്ങളിൽ നടക്കുന്നുണ്ട്. എന്നാൽ അതിനോട് ചേർന്ന് തന്നെ ഇന്ന്, അതായത് 2025 ഓഗസ്റ്റ് മാസം 10-ാം തീയതി ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം മെത്രാസനത്തിലെ എല്ലാ ദേവാലയങ്ങളിലും വൈദികരും വിശ്വാസികളും സൺഡേ സ്കൂൾ അധ്യാപകരും സൺഡേ സ്കൂൾ കുട്ടികളും ചേർന്ന് വിശുദ്ധ വേദപുസ്തകം പകർത്തി എഴുതുകയാണ്. ലോക ചരിത്രത്തിൽ തന്നെ ഇതംപ്രദമായ ഒരു സംഗതിയാണ് ഇത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏകദേശം 6800-ലധികം പേരാണ് രജിസ്റ്റർ ചെയ്ത് ഈ പദ്ധതിയിൽ പങ്കുചേർന്നിരിക്കുന്നത്. തിരുവചനം പകർത്തിയെഴുതുന്ന പദ്ധതിയിൽ പങ്കാളികളാകുന്നവർക്ക് എഴുതേണ്ട വേദഭാഗങ്ങൾ നിശ്ചയിച്ചു നൽകിയിരുന്നു. ഒരേ തരം പേപ്പറിൽ അതേതരം പേന കൊണ്ടാണ് തിരുവചനം പകർത്തിയെഴുതിയത്. 3 സൺഡേ സ്കൂളുകളിൽ നിന്നായി 2-ാം ക്ലാസ് വിദ്യാർത്ഥി മുതൽ 353 പേർ തിരുവചനം പകർത്തിയ പാമ്പാടി സെന്റ് ജോൺസ് കത്തീഡ്രലിലാണ് ഏറ്റവും കൂടുതൽ വിശ്വാസികളെ ഇതിൽ പങ്കെടുപ്പിച്ചത്. ഭദ്രാസന ശതോത്തര സുവർണ ജൂബിലിയുടെ ഓർമ്മയ്ക്കായി പകർത്തിയെഴുതിയ തിരുവചനങ്ങൾ ഭദ്രാസന കേന്ദ്രമായ പാമ്പാടി മാർ കുര്യാക്കോസ് ദയറയിൽ സൂക്ഷിക്കും. ഭദ്രാസന സൺഡേ സ്കൂൾ ഡയറക്ടർ വിനോദ് എം സക്കറിയ, വികാരി ഫാദർ വർഗീസ് ജേക്കബ്, ഡിസ്ട്രിക്ട് ഇൻസ്പെക്ടർ ഡോക്ടർ രാജേഷ് കുര്യൻ, സെക്രട്ടറി വി വർഗീസ്, കൺവീനർമാരായ അജിത് മാത്യു, എബ്രഹാം ജോൺ എന്നിവർ നേതൃത്വം നൽകി. ഷിക്കന ന്യൂസ്, കോട്ടയം.